ഹായ് എവ്രി വൺ, ലൈഫ് സ്റ്റൈൽ അറ്റ് ബ്രിഡ്ജ്മേരിയുടെ യെറ്റ് അനദർ ഗാർഡനിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ യൂഷ്വൽ പരിപാടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമായി കഴിഞ്ഞാൽ രാവിലെ എൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഗാർഡനിൽ ഇറങ്ങി ഫ്ലവേഴ്സ് ഒക്കെ ഹെഡ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ലോങ് വീഡിയോ 15K വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നെ പോലെയുള്ള ഒരു ചെറിയ ചാനലിലെ ഒരു വീഡിയോ 15K ആൾക്കാർ കാണുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അപ്പം കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, എന്റെ കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആസ് വെൽ. താങ്ക് യു. അപ്പൊ ഇനി ബാക്ക് ടു വീഡിയോ ആയി. ഈ റോസ് കണ്ടോ, വളരെയധികം പ്രതീക്ഷയോടെ ഇതിന്റെ പൂ കാണാനായിട്ട് ഞാൻ വളരെ കൊതിച്ചിരുന്നതാണ്. പക്ഷെ കുറേ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും അങ്ങ് വിരിഞ്ഞ് ഫുള്ള് ഒരു റോസ് ബ്ലൂം ആകുന്നില്ല. എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയുന്നത് ചിലപ്പോൾ അത് അങ്ങനത്തെ ടൈപ്പിലെ റോസ് ആയിരിക്കും. ഇങ്ങനത്തെ ടൈപ്പിലെ റോസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഈ റോസിന്റെ വെറൈറ്റി ഏതാണെന്നും എനിക്കറിയത്തില്ല. കാരണം ഇതിന് മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാനൊരു കട്ട് ഫ്ലവറിൽ നിന്നും വേര് മുളപ്പിച്ചുണ്ടാക്കിയെടുത്ത റോസ് ചെടിയാണ്. ഈ കാണിച്ച ജെറേനിയം കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല മുല്ലമുട്ട് പോലെയല്ലേ, പക്ഷെ ഇതിനകത്ത് നല്ല ഒരു ബേബി പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഈ ജെറേനിയം കണ്ടോ, എന്നാ നല്ല സ്ട്രൈക്കിംഗ് റെഡ് കളറാല്ലേ. മിറക്കിൾ ഗ്രോ ഒഴിച്ചു കഴിഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല, ആ റെഡ് കളറിന് ഒരു ഇന്റൻസിറ്റി കൂടിയ പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ ഈ റോസയിലെ ഇത് ഞാൻ ഫുള്ള് വെട്ടിക്കളഞ്ഞതാണ്, അത് കഴിഞ്ഞ് പൊട്ടിക്കിളുത്ത് വന്ന. ആ വെട്ടിക്കളഞ്ഞതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്തോ ഡിസീസ് ആയിട്ട് ഞാൻ പിന്നെ അത് ഫുള്ള് വെട്ടിക്കളഞ്ഞ് വേപ്പെണ്ണയും സോപ്പ് പൊടിയൊക്കെ മിക്സ് ചെയ്ത മിശ്രിതം ഉണ്ടാക്കി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് പൊട്ടിക്കിളുത്ത് വന്നതാണ്. എനിവേ കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഗാർഡനിൽ വന്നിട്ടുണ്ട്. റോസ് ഗാർഡൻ എന്നുള്ള പേര് മാറ്റി ഹൈഡ്രേഞ്ചിയ ഗാർഡൻ എന്ന് ഞാൻ പേര് മാറ്റിയിരിക്കുന്നു. കാരണം റോസസ് ഒക്കെ വിരിഞ്ഞ് ഏകദേശം തീർന്ന് സെക്കൻഡ് ഫ്ലവേഴ്സ് വരാറായിട്ടില്ല. അപ്പതേ ഹൈഡ്രാഞ്ചിയ എല്ലാം നല്ല സ്റ്റൈലായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കി. ഇത് വേറൊരു വെറൈറ്റി ഹൈഡ്രാഞ്ചിയ കേട്ടോ. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അതിന്റെ സൈഡിൽ മുഴുവൻ ഇങ്ങനെ വലിയ ഫ്ലവേഴ്സ് വന്നിട്ട് നടുക്ക് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിട്ട്. പിന്നെ ഈ കാണിക്കുന്നുണ്ടല്ലോ, ഇതിന് തുളസിയുടെ മണമാണ് ശരിക്കും. പിന്നെ അതുപോലെ നമ്മുടെ തുമ്പപ്പൂ പോലത്തെ സ്റ്റൈലിലെ പൂക്കളും. ഇതിന്റെ പേരെന്താന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അത്തപ്പൂ ഒക്കെ ഇടുമ്പോഴത്തേക്കിന് ഞാൻ തുമ്പപ്പൂ വന്ന് സങ്കല്പിച്ച് ഇടുന്ന ഒരു പൂവാണത്. പിന്നെ നമ്മുടെ ഇളം പിങ്ക് കളറിലെ ഹൈഡ്രാഞ്ചിയ കണ്ടില്ലേ, എന്ത് ഭംഗിയാന്ന് നോക്കി കാണാനായിട്ട്. എന്റെ ആ രണ്ട് കൈയും കൂടെ വെച്ചിട്ട് തന്നെ അത് അത്രയും വലുതാണ്. നമ്മുടെ നാട്ടിലെ ചെത്തിപ്പൂ ഒക്കെ നിൽക്കുന്ന പോലെ തോന്നും, ഇങ്ങനെ കൊടകൊടയായിട്ട്. അപ്പൊ ഞാൻ അതിനെ കണ്ടിട്ട് അതിനോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സോ ബ്യൂട്ടിഫുൾ, സോ എലഗന്റ് ആൻഡ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. അങ്ങനെ പറയാനായിട്ട് തന്നെ എനിക്ക് തോന്നി അത് കണ്ടിട്ട്. പിന്നെ ഹൈഡ്രാഞ്ചിയക്ക് കണ്ടില്ലേ, നമ്മുടെ മണ്ണിന്റെ pH അനുസരിച്ച് അതിന്റെ കളർ മാറി വരും. അപ്പൊ ഒരു ചെടിയെ തന്നെ പല കളറിലെ പൂക്കൾ വരും. കണ്ടില്ലേ ആ കാണിച്ചത്, ഒരു ലൈറ്റ് ബ്ലൂ കളറിലെ പൂവ്, പിന്നെ പിങ്ക് കളറിലെ പൂവ്. അവിടത്തെ കണ്ടോ, ആ ചൂണ്ടി കാണിക്കുന്ന അവിടെ പിന്നെയും ലൈറ്റ് ബ്ലൂ കളറിലെ പൂ. പിന്നെ എനിക്ക് തോന്നുന്നത്, എനിക്ക് മറന്നു, എപ്സം സോൾട്ട് ആണെന്ന് തോന്നുന്നു. എപ്സം സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കളർ നമുക്ക് തന്നെ മാറ്റിയെടുക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എപ്പോഴോ 2-3 വർഷം മുൻപ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, സക്സസ് ആയിട്ടുമുണ്ട്. പക്ഷെ വലിയ ഹൈഡ്രാഞ്ചിയയിൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് പേടിയാണ്. അതിന്റെ ഇടയിൽ ഒരു ഒച്ചു ഭീകരൻ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയത്തില്ല. ഞാൻ എനിവേ അതിനെ പതുക്കെ റിമൂവ് ചെയ്ത് ജെന്റലി ഒന്ന് കൊന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഗോൾഡൻ സ്ക്വാഷ് ചെടി നന്നായിട്ട് വരുന്നുണ്ട്. അതിനകത്ത് ഒരു ഫീമെയിൽ ഫ്ലവറിന്റെ മൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഐ ആം ടു എക്സൈറ്റഡ്, വെരി എക്സൈറ്റഡ് ആണ്. അത് പൂവായി അത് കായാകുന്ന ഒരു സ്റ്റേജ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കായായി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് വലിയൊരു ഉറപ്പൊന്നുമില്ല, ബട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ബീൻസ് ഒക്കെ നന്നായിട്ട് വള്ളി വീശി മേളിലോട്ട് പൊങ്ങി വരുന്നുണ്ട്. നമ്മുടെ ഫിഷ് ബ്ലഡ് ബോണും ടൊമാറ്റോ ഫീഡും ഒക്കെ കൊടുത്ത് നല്ല ലഷ് ഗ്രീൻ ആയിട്ട് ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കും. അപ്പൊ ഇന്നത്തെ ഗാർഡൻ ടൂറിൽ ഞാൻ ഒരു ഹാർവെസ്റ്റിംഗും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചീര ഹാർവെസ്റ്റ്. ഇത് എത്രാമത്തെ ഹാർവെസ്റ്റ് ആണെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചീരത്തോരൻ കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ എന്റെ ചീരക്കുട്ടന്മാർ എനിക്ക് നല്ല ചീരയിലകൾ തന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയതേ നമ്മുടെ സ്കെലിറ്റൺ ഗ്രീൻ ഹൗസിലോട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കണ്ണിൽ റണ്ണർ ബീൻസിന്റെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് പെട്ടു. അപ്പൊ പിന്നെ അത് കാണിക്കാതെ എങ്ങനെയാ പോകുന്നത്, അല്ലെ റണ്ണർ ബീൻസിന് ഒരു മോശം തോന്നത്തില്ലേ. അതിൽ എത്ര പൂ ബീൻസ് ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയും പൂ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു 1-2 എണ്ണം ഒക്കെ ഉള്ളൂ ബീൻസ് ആയിട്ട് കിട്ടത്തുള്ളൂ, ബാക്കി പൂ അങ്ങ് കൊഴിഞ്ഞു പോകും. അങ്ങനെ റണ്ണർ ബീൻസിനോട് ബൈ പറഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ ഒരു നല്ല സുന്ദരിയായിട്ടുള്ള ഒരാളെ എന്റെ ശ്രദ്ധയിൽ പെടുന്നത്. കാണാൻ എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ, കാണാൻ നല്ല സുന്ദരിയല്ലേ, ചെറിയൊരു ജമന്തി പൂവിന്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട്. പക്ഷെ ആള് നല്ല ഡേഞ്ചറസ് ആളാണ് കേട്ടോ. നല്ല ഇൻവേസീവ് ആയിട്ടുള്ള ഒരു കളയാണ്. ഇതിന്റെ പേരാണ് ഡാൻഡിലയൻ. എത്ര പേർക്ക് അറിയാന്നറിയത്തില്ല, മലയാളത്തിൽ ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയത്തുമില്ല. എനിവേ, ഈ പൂവിന്റെ വേറൊരു സ്റ്റേജ് ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ സിനിമയിലും റീൽസിലും ഒക്കെ കണ്ടിട്ടില്ലേ, ആൾക്കാരിങ്ങനെ ഊതി സ്റ്റൈലായിട്ട് ഊതി പറപ്പിച്ചു വിടുന്നത്. അപ്പം ഈ പൂവിന്റെ അടുത്ത സ്റ്റേജ് ആണ് ആ മറ്റേ ഫ്ലഫി ആയിട്ടുള്ള സാധനം, ആ ഊതി പറപ്പിച്ച അപ്പൂപ്പന്താടി പോലെ പറത്തി വിടുന്ന ആ സാധനം. എന്നിട്ട് ആ പറത്തി വിടുന്നതും ഫുള്ള് ഇതിന്റെ സീഡ്സ് ആണ്. അത് പോയി ചെന്ന് വീഴുന്നിടത്തെല്ലാം ഇത് നല്ല രീതിയിൽ വളരുകയും ചെയ്യും. ഇതിന് മണ്ണും കുറച്ച് മതി, വെള്ളവും വേണ്ട, വളവും ഒന്നും വേണ്ടേലും നമ്മുടെ ഗാർഡൻ ഫുള്ള് അതായിക്കോളും.
അപ്പൊ ഞാൻ അതിനെ നൈസ്ലി പറിച്ചെടുത്ത് നമ്മുടെ വേസ്റ്റ് ബിന്നിലോട്ട് തന്നെ ഇട്ടു കേട്ടോ. പിന്നെ അടുത്തത് കാണിക്കുന്നത് നമ്മൾ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ഫ്ലവർ ആണ്. ഈ ഫ്ലവറിന്റെ പേരാണ് കാലിഫോർണിയൻ പോപ്പി. കാണാൻ എന്ത് ഭംഗിയെന്ന് നോക്കി, സൂര്യൻ ഉദിച്ചു വരുന്ന പോലത്തെ നല്ല സ്ട്രൈക്കിംഗ് ഡീപ്പ് യെല്ലോ കളർ. അതിനകത്ത് ഒരാളിരുന്ന് പൂമ്പൊടി കൊണ്ട് മത്ത് പിടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു തേനീച്ചക്കൊട്ടൻ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഇനി അടുത്ത ഈ കാണിക്കുന്ന ഈ ഒരു പാച്ച് ഓഫ് ചെടികളിലെ അതിനകത്തുള്ളത് കാലൻഡുല ഇന്ത്യൻ പ്രിൻസ് എന്ന് പറയുന്ന വെറൈറ്റിയും പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ അരിവേണുണ്ടായ കോസ്മോസും ആണ്. ആ കോസ്മോയിൽ ഒരു കുഞ്ഞി പൂ ഉണ്ടായിട്ടുണ്ട്, എന്ത് ഭംഗിയെ കാണാൻ. ആ ഇന്ത്യൻ പ്രിൻസ് ചെടിയില്ലേ കാലൻഡുല, അതങ്ങോട്ട് ഫുള്ള് വിടർന്ന് വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ ഇങ്ങനെ തീ കത്തി നിൽക്കുന്ന പോലത്തെ ഒരു ഭംഗിയാ. അത്ര രസ, തീ കത്തി നിൽക്കുന്ന പോലത്തെ ഭംഗിയല്ല, അങ്ങനത്തെ ഒരു ഓറഞ്ച്, ഡീപ്പ് ഓറഞ്ച് കളറാണ്, ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഞാൻ എന്റെ പരിപാടിയിലേക്ക് കിടന്നു. ചീര പതുക്കെ പറിച്ചെടുക്കാൻ ഒരുങ്ങി, കാരണം ഇന്ന് ഉച്ചയ്ക്ക് തോരൻ വെക്കാനുള്ളതാണ്. അങ്ങനെ പറിച്ചു വന്നപ്പോഴാണ് കണ്ടില്ലേ ബ്ലാക്ക് ഏഫിഡ്സ് നിറച്ചു ആ ചീരയിലിരിക്കുന്നത്. എനിവേ ആരും പേടിക്കണ്ട, ഞാൻ നന്നായിട്ട് ഹോസ് കൊണ്ട് അടിച്ച് കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് തോരൻ വെച്ചത്. അപ്പോഴേ സാധാരണഗതിയിൽ ഞങ്ങൾ ചീര തോരൻ വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ചൊക്കെ ഉള്ളെങ്കിൽ അപ്പം തന്നെ കഴിച്ച് ഞങ്ങൾ തീർക്കും കേട്ടോ. ചീര കിട്ടിയതിന്റെ സന്തോഷമാണ് കണ്ടത്. ഈ ഒരു വീഡിയോ ഞാൻ 2 ദിവസങ്ങളിലായിട്ട് എടുത്തത്. അപ്പൊ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങളുടെ പനിനീർ റോസ ഒരു വലിയ സുഖമില്ലാതെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. കണ്ടില്ലേ അതിലെ പൂക്കള്. അപ്പൊ ഞാൻ ഓർത്തു അതിന് നന്നായിട്ട് മുടി വെട്ടി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഫുൾ ആവിച്ച് ശ്വാസം മുട്ടി നിൽക്കുന്ന പോലെ തോന്നി. അതിന്റെ ചോട്ടിലും എല്ലാ ഇലകളായിട്ട് അതിന് എന്തെങ്കിലും ഡിസീസ് വരുന്നതിന് മുന്നേ തന്നെ അതിന്റെ മുടി വെട്ടി കൊടുത്തേക്കാന്ന് ഞാൻ ഓർത്തു. അങ്ങനെ നന്നായിട്ട് താഴേന്ന് നല്ല രീതിയിൽ ഇലകളെല്ലാം വെട്ടിക്കളഞ്ഞു ഒന്നും കൂടെ ഒരു ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അതിനൊരു ആരോഗ്യം വെച്ച പോലെ എനിക്ക് തോന്നി. എനിക്ക് കുഴപ്പമില്ല, അതൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ ഈ കാണിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ പേരാണ് സ്ട്രോബെറി റണ്ണേഴ്സ്. അപ്പോൾ ഈ സ്ട്രോബെറിന്ന് ഇതിനിങ്ങനെ ഈ വള്ളി വീശുന്ന പോലെ ഇങ്ങനെ വരും. അതിന് പറയുന്ന പേരാണ് റണ്ണർ. എന്നിട്ട് അതിന്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞു മുകുളവും വരും. അപ്പൊ ആ മുകുളത്തെ തന്നെ നമുക്ക് കാണാം കുഞ്ഞു വേരുകൾ ഇറങ്ങി വരുന്നത്. അപ്പൊ ആ വേരുകൾ നമ്മൾ മണ്ണിൽ കുഴിച്ചു വെച്ച് കഴിയുമ്പോൾ അടുത്ത സ്ട്രോബെറി ചെടി ഉണ്ടാകും. അങ്ങനെയാണ് നമ്മൾ അതായത് സ്ട്രോബെറി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതായത് റണ്ണേഴ്സ് വരുന്ന സ്ട്രോബെറി ആണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാം. അപ്പം അത് കിളുത്ത് വരുമെന്നാണ് എന്റെ പ്രതീക്ഷ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കിളുത്തോ ഇല്ലയോ എന്താണെന്നുള്ളത്. ഇവിടെ നല്ല സണ്ണി ഡേ ആണ്. തുണിയൊക്കെ പുറത്ത് വിരിച്ചിട്ടിട്ടുണ്ട്. ഹസ്ബൻഡ് പെയിന്റിങ്ങിലാണ്. വേറൊരു കാര്യം കാണിക്കാനാണ് വന്നത്. ഇപ്പം ഈ കോർണർ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇവിടെ ഒരു ഹൈഡ്രാഞ്ചിയ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ഹൈഡ്രാഞ്ചിയയിൽ എന്തോ ഡിസീസ് പിടിച്ചിട്ട് അത് ഫുള്ള് ഉണങ്ങി മെലിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ തന്നെ ഐഡിയ ആണ് ഈ ഗ്രീൻ. ഇതിൻ്റെ കളർ കണ്ടു. ഈ കളർ കണ്ടു കഴിഞ്ഞാൽ ഇത് റിയൽ ആണെന്ന് തോന്നത്തില്ല, പക്ഷേ ഇത് റിയൽ ആണ്. ഇതിൻ്റെ പേരെന്നായിരുന്നു? കപ്രസസ് പിരമിഡ്. ഓക്കെ, എനിവേ നല്ല കളറാണ്, നല്ലൊരു ഫ്രഷ് ലുക്കല്ലേ. ആ ഫെൻസിങ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് നമ്മുടെ നെയ്ബേഴ്സിൻ്റെ ഫെൻസാണ്. അപ്പം ഈ നല്ല പിങ്ക് ആൻഡ് മുല്ലമുട്ട് പോലെ ഇരിക്കുന്ന ഈ ജെറേനിയവും ഈ ഒരു ലുക്കും കൂടെ ആയിട്ട് ഇവിടെ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ പിങ്ക് ജെറേനിയം ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ, ഉണങ്ങി കഴിയുമ്പോൾ ഉള്ളൊരു ലുക്കാണിത്. ഇതാണ് ഒന്നുകൂടി ഇഷ്ടം. കാണാനൊരു വിൻറ്റേജ് ലുക്ക് പോലെ എനിക്ക് തോന്നുന്നു. ഇത് കണ്ടില്ലേ, കാണിച്ചു തരാം. കണ്ട, ഇത് ഫുൾ ഉണങ്ങിയതാണ് പിങ്ക് ജെറേനിയം. പക്ഷെ എനിക്കെന്തോ ഇതിൻ്റെ കളറ് കാണാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ കട്ട് ഫ്ലവർ റിന്യൂവൽ ഓൾറെഡി ഞാൻ ചെയ്തു. ഞാനതൊരു റീലായിട്ടാണ് ചെയ്തത്. സാറ്റർഡേ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയണേ. അപ്പോൾ ഇത്തവണത്തെ നമ്മൾ കട്ട് ഫ്ലവർ ആയിട്ട് എടുത്തത് ഹൈഡ്രാഞ്ചിയ അനബേൽ ആണ്. കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കി, നല്ല എലഗന്റ് ലുക്കിംഗ് ഫ്ലവേഴ്സ്. ഹൈഡ്രാഞ്ചിയ അനബേൽ, നല്ല ക്രീമി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇതൊരു അഴിച്ചുപണികളുടെ ദിവസമാണ്. ഞങ്ങൾ കുറച്ച് ചെടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി നട്ടാലോ എന്നോർത്തു. ഇതിന്റെ ഇടയ്ക്കൂടെ പെട്ടെന്ന് ഞാൻ ആദ്യം ഒരു പരിപാടി ചെയ്യണമെന്ന് ഓർത്തു. കാരണം എനിക്ക് വർക്ക് പ്ലേസിൽ നിന്ന് ഒരു അലോവേര കിട്ടിയായിരുന്നു, അത് നടന്നതാണ് ആ കണ്ടത്. പിന്നെ ഈ മൂലയിൽ നിൽക്കുന്നത് കണ്ടോ, ഇതൊരു ഹൈഡ്രാഞ്ചിയ ചെടിയാണ്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, തണലായതുകൊണ്ടാണോ എന്താണല്ലോ അതങ്ങ് ഓഞ്ഞു വല്ലാതെ നിൽക്കുന്നത്. അപ്പൊ അതിനെ മാറ്റിയിട്ട് നമ്മൾ ഈ ഹൈഡ്രാഞ്ചിയുടെ കൂടെ തന്നെ അതിനെ കൊണ്ടുവച്ചിട്ട് ഈ ഹൈഡ്രാഞ്ചിയുടെ സൈഡിൽ നിൽക്കുന്ന വെള്ള റോസ് പറിച്ച് റോസുകളുടെ കൂടെ കൊണ്ടുവയ്ക്കാന്ന് എനിക്കൊരു ഐഡിയ തോന്നി. എനിവേ വാട്ട് ആൻ ഐഡിയ സർജി എന്ന് പറയുന്നത് പോലെ അതൊരു വല്ലാത്ത ഐഡിയ ആയിപ്പോയി. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ആക്രാന്തം കൊണ്ടോ ഞാൻ റഷ് ചെയ്തുകൊണ്ടാണോ എന്നറിയത്തില്ല, അതിന്റെ വേര് പകുതിയിൽ നിന്ന് ഒടിഞ്ഞു പോയാണ് എനിക്ക് ആ റോസ് കിട്ടിയത്. ഇതിന്റെ ഇടയ്ക്കൂടെ സങ്കടം മാറ്റാനായിട്ട് ഞാൻ സെക്കൻഡ് ഫ്ലഷ് ഓഫ് റോസ് ഫ്ലവേഴ്സ് ഉണ്ടായി വരുന്നുണ്ട്. ആ റോസിന്റെ ഭംഗിയുണ്ടോ, എന്ത് ഭംഗിയല്ലേ. പക്ഷെ അത് സെന്റഡ് റോസ് അല്ല, പക്ഷെ എന്നാലും വേണ്ടില്ല, അതിന്റെ ഭംഗി കണ്ടില്ലേ, ആ എതളുകൾ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലേ. അപ്പൊ ശരി, എന്നാ കാര്യത്തിലേക്ക് വരാം. ഇവിടെ നിൽക്കുന്ന ഈ ഒരു ജാപ്പനീസ് എയ്സർ ചെടി, എനിവേ ഞാൻ ഒത്തിരി അതേ പണിയാൻ നിന്നില്ല. കുറെ നേരം, കാരണം അതിന് നന്നായിട്ട് വേര് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറെ നേരം മാന്തിയിട്ടും അതിനൊരു അനക്കമൊന്നുമില്ല. പിന്നെ ഞങ്ങളുടെ ഇവിടെ നല്ല പശിമരാശിയുള്ള മണ്ണാണ്, അതായത് ക്ലേ സോയിലാണ്, ക്ലേ പോലത്തെ സോയിലാണ്. പിന്നെ ഹസ്ബൻഡിന്റെ ശക്തമായ കരങ്ങൾ തന്നെ വന്ന് കക്ഷി അതിനെ നല്ല വേരോടുകൂടി പറിച്ചെടുത്ത്
പിന്നെ എൻ്റെ കയ്യിൽ ഒരു ആയുധം കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വളരെയധികം ആക്രാന്താണ്. നല്ല രീതിയിൽ ഞാൻ കുറെ അങ്ങപ്പുറത്തുകാരുടെ ബുഷാണ് അത്, അതുകൊണ്ട് തണലുമായിരുന്നു ആ സൈഡിൽ. അതെല്ലാം വെട്ടിക്കളഞ്ഞ് ഹസ്ബൻഡ് അത് അവിടെ വെച്ചു. പിന്നെ കുറച്ച് ചിക്കൻ മാനുവറൊക്കെ ഇട്ടിട്ട് റോസേനെ പുഷ്ടിപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ്. അങ്ങനെ ഞാൻ ആ റോസ അവിടെ നല്ല ഭംഗിയുള്ള വെള്ള റോസ ഉണ്ടാകും. എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ചേച്ചി തന്നെ തന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയത്തില്ല ആരാ തന്നതാന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. മോസ്റ്റ്ലി എൻ്റെ ചേച്ചി ആയിരിക്കും ഇത് എനിക്ക് തന്നത്. ഈ റോസപ്പൂ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല വെള്ള കളറിലെ ക്രീമി റോസ് ആണ്. അപ്പം അത് കിട്ടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഫാം യാർഡ് മാനൂറൊക്കെ ഇട്ട് അത് ശരിയാക്കി എടുക്കുവാണ്. അപ്പൊ സൂര്യൻ ചാഞ്ഞടിക്കുന്ന കാണുമ്പോഴേ അറിയാം ഇത് വൈകുന്നേരമാണ്. ഇത് വൈകുന്നേര സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 8:30 ആയിട്ടുണ്ടായിരിക്കും. ഇവിടെ സമ്മർ ആയി കഴിഞ്ഞാൽ ഒരു 9:30 ആകുന്നത് വരെ തരക്കേടില്ലാത്ത വെട്ടം പുറത്തുണ്ടായിരിക്കും. അത് കഴിഞ്ഞേ ഉള്ളൂ സൂര്യൻ പതുക്കെ അസ്തമിക്കത്തുള്ളൂ. പിന്നെ ഹൈഡ്രേഞ്ചിന് ഞാൻ ഇങ്ങാപ്പുറേ കൊണ്ടുവച്ച് അതിനും ചിക്കൻ മാനൂറും ഫാം യാർഡ് മാനൂറും ഒക്കെ ഇട്ട് കൊടുത്ത് അതിന് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പ്രൂണിങ് ഷീൽസ് എൻ്റെ കൈ കിട്ടിയതിന്റെ സന്തോഷമാണ്. ഏകദേശം വാടി നിന്ന റോസയെല്ലാം ഞാൻ പതുക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയി പോയതാണ്. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇടയ്ക്ക് ഞാൻ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആയി വേറെ കാര്യത്തിലേക്ക് പോകും. അപ്പൊ ദേ കണ്ടില്ലേ, പുതിയ മുകുളങ്ങൾ ഉണ്ടായി വരുന്നത് കണ്ടോ? ആ ഓരോ മുകുളങ്ങളും റോസമുട്ടുകളാകും. പിന്നെ നല്ല സുന്ദരികളായ റോസപ്പൂക്കളുമായി മാറും. അതുകൊണ്ടാണ് ഡെഡ് ഹെഡ് ചെയ്യണം എന്ന് ഞാൻ വീണ്ടും പറയുന്നത്. പിന്നെ വീണ്ടും ഞാൻ ഹൈഡ്രാഞ്ചിയുടെ അടുത്ത് വന്നു. പറഞ്ഞ പോലെ അതിനെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു. അതിന്റെ എനർജി കൂടുതലും അതിന്റെ വേരുണ്ടാകാനും പുതിയ ഇലകൾ ഉണ്ടാകാനും കോൺസെൻട്രേറ്റ് ചെയ്യട്ടെന്നോർത്താണ് ആ പൂവുണ്ടായി അതങ്ങ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ആയുധം കൈ കിട്ടിയ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മുല്ലപ്പൂ ചെടിയില്ലേ, മുല്ലപ്പൂവിന്റെ മണമുള്ള ആ ചെടിയുടെ സൈഡിൽ ഒരു മഞ്ഞ കളറിലെ ബുഷ് നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് അത് കാണുമ്പോഴേ ദേഷ്യമായിരുന്നു. കാരണം അതിൽ ഫുള്ള് ഈ ബ്ലാക്ക് ഏഫിഡ്സും ഒച്ചിന്റെ കൂടാണ് ശരിക്കും പറഞ്ഞാൽ അത്. എന്നിട്ട് ആ ചെടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതിന്റെ സൈഡിൽ നിൽക്കുന്ന ചെടികളെല്ലാം എന്നിട്ട് ഈ ബ്ലാക്ക് ഏഫിഡ്സ് ഭയങ്കരമായിട്ട് ഇൻവേസീവ് ആയിട്ട് ഇൻഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പിന്നെ ഹസ്ബൻഡിന്റെ ഹെൽപ്പോട് കൂടി ഹസ്ബൻഡ് ഒരു ആക്സോബ്ലേഡ് ഒക്കെ എടുത്തിട്ട് അതിനെ ഫുള്ള് പറിച്ച് മാറ്റി തിരിച്ചു കൊണ്ടുപോയ നമ്മുടെ ഗാർഡൻ വേസ്റ്റിന്റെ ബാഗ് ഞാൻ വലിച്ചുകൊണ്ട് വീണ്ടും കൊണ്ടുവന്ന് അത് ഫുള്ള് എടുത്ത് അതിനകത്ത് നിറച്ചു വെക്കുവാണ്. കണ്ടില്ലേ, സൂര്യൻ ഇളവയിൽ അടിക്കുന്നുണ്ട്. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഒരു 25-26 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ഈ സമയത്ത്. അപ്പൊ പിന്നെ എനിക്കും ഹസ്ബൻഡിനും നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് സ്ക്വാഷ് ഒക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ഗാർഡനിൽ ഇരുന്ന് അത് എൻജോയ് ചെയ്ത് കുടിച്ചു. കാരണം ഇനി തിങ്കളാഴ്ച തൊട്ട് ഇവിടെ ഭയങ്കര സിവിയർ ഹീറ്റ് വേവ് വാർണിംഗ് ആണ്. എനിക്കാണെങ്കിൽ ആലോചിച്ച് ഇപ്പോഴേ ടെൻഷനാണ്. കാരണം എന്റെ ഗാർഡൻ ഈ ഹീറ്റ് വേവ് സർവൈവ് ചെയ്യുമെന്ന്. 36-37 ഡിഗ്രി ഒക്കെ ടെമ്പറേച്ചർ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനി എന്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഹീറ്റ് വേവ് വാർണിംഗ് ഉള്ളത് കാരണം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അനദർ ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ യു സൂൺ. താങ്ക് യു എവ്രിവൺ ഫോർ വാച്ചിങ്. ബൈ.